നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഫെബ്രുവരി മാസത്തെ മകം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. മക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ്. കാരണം ഭാഗ്യസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം പൂർവ്വ പുണ്യസ്ഥാനാധിപത്യം വഹിച്ച് നിൽക്കുന്നത് കൊണ്ട് നല്ല ദൈവാധീനൻ്റെ ദീർഘായുർയോഗമുണ്ട്. അതേപോലെ തന്നെ ലഗ്നാൽ 7ാം ഭാവത്തിൽ ശശമഹായോഗം ചെയ്താണ് ശനി നിൽക്കുന്നത്. കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷമുണ്ടെങ്കിൽ പോലും ലഗ്നാധിപതി ആയിരിക്കുന്ന സൂര്യൻ ഈ 14-ാം തീയതി നിവർത്തി സ്ഥാനത്തേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ശശമഹായോഗം ഉണ്ടാകുകയും നിവർത്തി സ്ഥാനത്തേക്ക് ലഗ്നാധിപതി ചന്ദ്രലഗ്നാധിപതി മാറുകയും ചെയ്യുന്നത് കാരണം സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം വരിക്കാനായിട്ട് യോഗമുണ്ട്. അതേപോലെ തന്നെ 11-ാം തീയതി വരെ 5ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. കർമാധിപതി 5ാം ഭാവത്തിൽ 11-ാം തീയതി വരെ നിൽക്കുന്നത് കൊണ്ട് 11-ാം തീയതി വരെയുള്ള കാലയളവിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങളുണ്ടാവും. 5ാം തീയതി ചൊവ്വ മകരത്തിലാണ് ലേക്ക് വരും. അപ്പോൾ മകരത്തിലേക്ക് വരുന്ന സമയത്ത് ഉച്ചബലവാനായി വരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ ഭാഗ്യാധിപതി ഉച്ചബലവാനായിട്ട് ശത്രുസ്ഥാനത്ത് പോയി നിൽക്കുന്നത് കാരണം കൊണ്ട് സഹായങ്ങൾ പല രീതിയിൽ കിട്ടുകയും ശത്രുദോഷത്തിന് കുറവുണ്ടാകുകയും ചെയ്യും. കാരണം ചൊവ്വ ശത്രുകാരകനാണ്. ശത്രുകാരകനായിരിക്കുന്ന ചൊവ്വ ശത്രുസ്ഥാനത്ത് നിൽക്കുമ്പോൾ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾക്ക് കുറവുണ്ടാവും. ബുധൻ 19-ാം തീയതി കുംഭത്തിലേക്ക് മാറും. അപ്പോൾ 19-ാം തീയതി വരെ ബുധൻ നിൽക്കുന്നത് മകരൻ രാശിയിലാണ്. 19-ാം തീയതി വരെ ഉള്ള സമയത്ത് 6ാം ഭാവത്തിൽ ബുധൻ ധനാധിപതി നിൽക്കുന്നത് കാരണം കൊണ്ട് സാമ്പത്തികമായ കുറച്ച് ഞെരുക്കങ്ങൾക്ക് യോഗമുണ്ട്. പക്ഷേ നിവർത്തി സ്ഥാനത്തേക്ക് വരികയും 19-ാം തീയതി സൂര്യനോട് യോഗം ചെയ്ത് വരികയൊക്കെ ചെയ്യുമ്പോൾ നിപുണായോഗം ചെയ്തൊക്കെ വരുന്നത് കാരണം കൊണ്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ടും സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനും സാധിക്കും. കാരണം ദൈവാധീനം ഉണ്ടെങ്കിൽ തന്നെ എന്ത് കാര്യങ്ങൾ ചെയ്താലും ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണങ്ങളും നേട്ടങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. കണ്ടകശനി ദോഷമുള്ളത് കാരണം കൊണ്ട് ഉത്സാഹം വർദ്ധിക്കുകയാണ് ചെയ്യുക. എന്നാൽ ഈ ഉത്സാഹത്തിനനുസരിച്ചുള്ള പെരുമാറ്റത്തിനും പ്രവർത്തിക്കും തക്ക ഫലം പ്രതീക്ഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ അത് കാരണം അതിൻ്റെ ദോഷം മാറാനായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാം. അപ്പോൾ കണ്ടകശനി ദോഷത്തിന് പരിഹാരം വന്നാൽ ശശമഹായോഗത്തിൻ്റെ ഗുണം കിട്ടും. ശശമഹായോഗം എന്ന് പറഞ്ഞാൽ രാജപ്രിയോ ദേശപുരാതിനാഥോ ഭക്തോ ജനന്യാം കൃഷിധാന്യയുക്തമാണ്. അതായത് തൊഴിലെടുക്കുന്നിടത്ത് മേലുദ്യോഗസ്ഥന്മാരുടെ പ്രീതി നേടാനായിട്ട് സാധിക്കും. സ്വന്തമായിട്ട് കൃഷിയിടങ്ങളും ഭൂമിയിൽ നിന്നുള്ള നേട്ടങ്ങളും അനുഭവിക്കാനും വീടിന് ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ നല്ല അഭിപ്രായം പറയാനും അതേപോലെ തന്നെ ക്ഷേത്ര സംബന്ധമായിട്ടൊക്കെ നല്ല ഭക്തി ഉണ്ടാകുകയും വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായ നിഷ്ഠയോടുകൂടി ചെയ്യുകയൊക്കെ ചെയ്യാൻ തോന്നും. അത് കാരണം കൊണ്ട് തന്നെ ശശമഹായോഗം ഉള്ളത് ഒരു അനുകൂലമായിരിക്കുന്ന ഗുണം തന്നെയാണ് പറയേണ്ടത്. കണ്ടകശനിയുടെ ദോഷത്തിനുള്ള പരിഹാരം ചെയ്താൽ ശശമഹായോഗത്തിൻ്റെ നല്ല നേട്ടങ്ങളും ഗുണങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം ചന്ദ്രാൽ 7ലും ലഗ്നാലും ഒക്കെ ചന്ദ്രാൽ 7 ശനി നിൽക്കുമ്പോൾ ചന്ദ്രലഗ്നാധിപതിയാണ് സൂര്യൻ. അപ്പോൾ ആ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന സൂര്യൻ ശനിയോട് യോഗം ചെയ്ത് നോക്കുമ്പോൾ ശനി ശത്രുവാണ് ലഗ്നാധിപതിയുടെ എങ്കിൽ പോലും സ്വയം നിവർത്തി സ്ഥാനത്ത് മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന അഭിവൃദ്ധിയും ഗുണങ്ങളും ഉണ്ടാക്കും എന്ന് പറയുന്നൊരു ഗുണമുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ ആദ്യം കുറച്ച് ശ്രദ്ധക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള മാസമാണ്. അത് കാരണം കൊണ്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ ചെയ്യുക. സാമ്പത്തിക ഞെരുക്കം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കാരണം കൊണ്ടും കേതുപൂജയൊക്കെ ചെയ്ത് അതേപോലെ തന്നെ അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് നടുവേദന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെ അടിവയറ് സംബന്ധമായിട്ട്. അപ്പോൾ അതിനുള്ള പരിഹാരമായിട്ട് നാഗപൂജ ചെയ്യണം. ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത് ബുധനും ശുക്രനുമാണ്. അപ്പോൾ ശുക്രൻ കർമാധിപതിയായത് കാരണം സഹപ്രവർത്തകരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അതുപോലെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് ദേഷ്യം എടുത്തിയായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ല വഴിപാട് ചെയ്യുക. എന്നാൽ ഈ മാസം വളരെ ഗുണമായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.